സബ്സിഡി ഇനങ്ങൾ ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങൾ സാധാരണക്കാർക്ക് ലഭ്യമാകാതെ മാവേലി സ്റ്റോറുകൾ നോക്കുകുത്തിയായി മാറിയെന്നും ഇടതുഭരണത്തിൽ കേരളം മയക്കുമരുന്ന് സുലഭമായി ലഭിക്കുന്ന നാടായി മാറുകയാണ് ചെയ്യുന്നതെന്നും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നാട്ടകം സുരേഷ് പറഞ്ഞു. സാധാരണക്കാർക്ക് നിത്യോപയോഗ സാധനങ്ങൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കേണ്ട പൊതുവിതരണ കേന്ദ്രങ്ങളെ തകർക്കുന്ന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് ചെമ്പ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെമ്പ് മാർക്കറ്റിലെ മാവേലി സ്റ്റോറിന് മുൻപിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. റാഗിങ്ങിനും ക്രൂരപീഡനത്തിനും ഇരയാക്കുന്നവരായി CPM യുവജന സംഘടനാ നേതാക്കൾ മാറിയെന്നും കേരളത്തിലെ സമാധാനം തകർക്കുന്ന ഭരണത്തിൽ ഇത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരിക്കലും അനുവദിക്കില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഈ സംസ്ഥാനത്ത് കോൺഗ്രസ് ഗവൺമെന്റ് അധികാരത്തിലിരുന്നപ്പോ കേരളത്തിലെ മാവേലി സ്റ്റോറുകളുടെ അവസ്ഥ നമുക്കറിയാമായിരുന്നു. നമ്മുടെ വീട്ടുപടിക്കൽ പോലും സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറുകളിലൂടെ സാധനം എത്തിച്ചിരുന്ന ഒരു ഗവൺമെന്റാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ്. എല്ലാ നിത്യോപയോഗ സാധനങ്ങളും സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറുകളിലോ എത്തിച്ചിരുന്ന ഗവൺമെന്റ്. എല്ലാ പഞ്ചായത്തുകളിലും മാവേലി സ്റ്റോറുകൾ തുറന്നുകൊണ്ട് സാധാരണക്കാരുടെ നിത്യോപയോഗ സാധനങ്ങൾ വില കുറച്ച് ലഭിക്കുവാൻ വേണ്ടി നടപടിയെടുത്ത ഗവൺമെന്റ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ദരിദ്രരായ ആളുകൾക്ക് 1 രൂപ നിരക്കിൽ അരി കൊടുത്ത ഗവൺമെന്റ്. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കുമ്പോൾ അത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വില കുറച്ച് നിത്യോപയോഗ സാധനങ്ങൾ സംസ്ഥാനത്ത് തെറ്റിച്ചുകൊണ്ട് ഇവിടുത്തെ ആളുകൾക്ക് വില കുറച്ചു കൊടുക്കാൻ നടപടി സ്വീകരിച്ച ഒരു ഗവൺമെന്റ് ഈ സംസ്ഥാനത്ത് 8 വർഷങ്ങൾക്ക് മുമ്പ് അധികാരത്തിലുണ്ടായിരുന്നു. എന്നാൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഒരു സാധനത്തിന്റെയും വില വർദ്ധിപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന ഈ ഗവൺമെന്റ് അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഈ സംസ്ഥാനത്ത് എല്ലാ സാധനങ്ങളുടെയും വില വർദ്ധിച്ചു എന്ന് മാത്രമല്ല, മാവേലി സ്റ്റോറുകളിലൂടെ വില കുറച്ച് നൽകിയിരുന്ന 13 ഇനം സാധനങ്ങളുണ്ട്. 13 ഇനം സാധനങ്ങൾ, അരിയും മുളകും മല്ലിയും വെളിച്ചെണ്ണയും അടക്കമുള്ള 13 ഇനം സാധനങ്ങളാണ് മാവേലി സ്റ്റോറിലൂടെ വില കുറച്ച് കൊടുത്തിരുന്നത്. ഇനി നിങ്ങൾ മാവേലി സ്റ്റോറിലേക്ക് പോയി നോക്കണം, അവിടെ 5 ഐറ്റം സാധനം പോലും 5 ഇനം സാധനങ്ങൾ പോലും കിട്ടാനില്ലാത്ത അവസ്ഥയിലേക്ക് ഈ സംസ്ഥാനത്തെ പൊതുവിതരണ സമ്പ്രദായത്തെ തകർത്ത ഒരു ഗവൺമെന്റ്. മണ്ഡലം പ്രസിഡന്റ് KJ സണ്ണി അധ്യക്ഷത വഹിച്ചു. സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ അറിയാത്ത മാനേജ്മെന്റുകൾ ഗവൺമെന്റിന് യാതൊരു ദീർഘവൃക്ഷവുമില്ലാതെ ഭരണം കൈയാവുന്നതിന്റെ ഫലമായി ഇന്ന് ഈ ജനങ്ങൾ അനുഭവിക്കുന്ന ഈ ദുരിതത്തിന് പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സമരങ്ങളെ ഒന്ന് മുഖവിലക്കെടുക്കുവാൻ ഈ മുഖ്യമന്ത്രിയോ പിണറായി വിജയനോ അതുപോലെ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതിനുവേണ്ട ഒരു ശുപാർശയും ചെയ്യുന്നതിന് പകരം പുതിയ പുതിയ പദ്ധതികളുമായിട്ട് ഇറങ്ങുന്നത് കേരളത്തിലെ നാശത്തിൽ നിന്ന് നാശത്തിലേക്ക് നയിക്കുന്നതിനായി ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ മേഖല സ്വകാര്യവൽക്കരണത്തിനായി തുറന്നു കൊടുക്കുന്നു. 15-20-25 വർഷങ്ങൾക്ക് മുമ്പ് TN ജേക്കബിന്റെ കാലത്ത് പൊതുവിദ്യാഭ്യാസ രംഗത്ത് നടത്തിയ മാറ്റങ്ങൾക്കെതിരെ സമരം ചെയ്തവർ ഇന്നത് അവർക്ക് ഇന്ന് മനസ്സിലായി അവർ ആദ്യമായി രംഗത്ത് വരികയും നേതാക്കളായ NM താഹ, PV പ്രസാദ്, S ജയപ്രകാശ്, TV സുരേന്ദ്രൻ, റെജി മേച്ചേരിയിൽ, CS സലീം, രാഗിണി ഗോപി തുടങ്ങിയവർ പ്രസംഗിച്ചു. ധർണയ്ക്ക് മുന്നോടിയായി മുറിഞ്ഞമ്പുഴയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് മണ്ഡലം പ്രസിഡന്റിന് പതാക കൈമാറി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് MK ഷിബു ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ മാർച്ചിന് നേതൃത്വം നൽകി. 100 കണക്കിന് പ്രവർത്തകർ പ്രതിഷേധ സമരത്തിൽ അണിനിരന്നു. എൻലൈറ്റ് ന്യൂസ്, വൈക്കം.